ഇന്ന് ഓൺലൈൻ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഒരുപാട് സാങ്കേതികമായിട്ടുള്ള ആവശ്യമുണ്ട്. അതുപോലെ അതിന് ഒരുപാട് ജനങ്ങളുടെ ലക്ഷ്യങ്ങളെ നേടാൻ സഹായിക്കാവുന്ന ഒരു സംഗതി കൂടിയാണ്. ഓൺലൈനായിട്ട് കാലിക്കറ്റ് സർവകലാശാല ഇപ്പോൾ നടപ്പാക്കുന്ന ഈ 3 പ്രോഗ്രാമുകൾക്കും 4 പ്രോഗ്രാമുകൾക്കും ഒരുപാട് വിശേഷങ്ങളുണ്ട്. നമ്മൾ ഓൺലൈനായിട്ട് എല്ലാ ക്ലാസ്സുകളും കുട്ടികൾക്ക് അവരുടെ സൗകര്യത്തിനനുസരിച്ച്, അത് ഇന്ത്യക്കോ പുറത്തോ ഉള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും അവരുടെ സൗകര്യത്തിനനുസരിച്ച് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ അവരുടെ സൗകര്യത്തിനനുസരിച്ച് തന്നെ നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്ന സമയങ്ങളിൽ അവർക്ക് പരീക്ഷയും എഴുതാൻ സാധിക്കും. സത്യത്തിൽ ഇത് 2 വിധത്തിലുള്ള അഫോർഡബിലിറ്റി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും ന്യായമായിട്ടുള്ള ഫീസാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അതുതന്നെ നമ്മുടെ കൂടുതൽ പേരെ ഉൾക്കൊള്ളിക്കുന്നതിനായിട്ട് നമ്മൾ 2 സ്കീമായിട്ടാണ് നമ്മുടെ ഓൺലൈൻ വിദ്യാഭ്യാസം രൂപീകരിച്ചിട്ടുള്ളത്. അതിനകത്ത് ഒന്നാമത്തെ രീതിയിലുള്ള കുട്ടികൾക്ക് ഓൺലൈനായിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാം. അവർക്ക് അസൈൻമെൻറ്റുകളും മറ്റ് കാര്യങ്ങളും എല്ലാം ഓൺലൈനായിട്ട് ചെയ്യാം. പക്ഷേ പരീക്ഷകൾ എഴുതുന്നതിന് അവർക്ക് നമ്മുടെ 5 ജൂറിസ്ഡിക്ഷനുള്ള 5 ജില്ലകളിലെ പരീക്ഷാ കേന്ദ്രങ്ങളിൽ വന്ന് പരീക്ഷ എഴുതുന്ന ഒരു സംവിധാനമാണ്. അത് കുറച്ചുകൂടി നമ്മൾ നിരക്ക് കുറഞ്ഞ രീതിയിൽ കൂടുതൽ കുട്ടികളെ ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ളതാണ്. അതുപോലെ ഈ വിദേശത്തുള്ളവർക്കും ഈ 5 ജില്ലകൾക്ക് പുറത്ത് 5 ജില്ലകളിൽ വന്ന് പരീക്ഷ എഴുതാൻ പറ്റാത്തവർക്കും വേണ്ടിയിട്ട് നമ്മൾ ഫുള്ളി ഓൺലൈൻ, അതായത് എല്ലാ ഓൺലൈൻ ക്ലാസ്സുകളും അവരുടെ അസൈൻമെൻറ്റുകളും പരീക്ഷകളും എല്ലാം ഓൺലൈനായിട്ട് തന്നെ ചെയ്യാവുന്ന ഒരു സംവിധാനമാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. ഇത് സത്യത്തിൽ നമ്മുടെ ലോകത്തെ എവിടെയുള്ള വിദ്യാർത്ഥികൾക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന ഒരു സ്കീമായിട്ടാണ് നമ്മൾ രൂപീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ UGCയുടെ അംഗീകാരത്തോടു കൂടിയാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത് എന്നുള്ളതുകൊണ്ട് നമ്മുടെ സർവകലാശാല നേരിട്ട് നടത്തുന്ന മറ്റ് പ്രോഗ്രാമുകൾക്ക്, ഇതേപോലെയുള്ള മറ്റ് പ്രോഗ്രാമുകൾക്ക് തത്തുല്യമായിട്ടുള്ള ഡിഗ്രി സർട്ടിഫിക്കറ്റാണ് നമ്മൾ ഈ പ്രോഗ്രാമുകൾക്കും ഓൺലൈനായിട്ട് നടക്കുന്ന പ്രോഗ്രാമുകൾക്കും കൊടുക്കുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 4 പ്രോഗ്രാമുകളാണ്: MA സോഷ്യോളജി, MA ഹിസ്റ്ററി, MA പൊളിറ്റിക്കൽ സയൻസ്, MA എക്കണോമിക്സ്. ഈ പ്രോഗ്രാമുകളാണ് ഇപ്പോൾ ആദ്യഘട്ടമായിട്ട് നമുക്ക് UGC അംഗീകാരം നൽകിയിട്ടുള്ളത്. അടുത്ത് തന്നെ ഈ ഫെബ്രുവരിയിൽ തന്നെ നമ്മൾ കൂടുതൽ പ്രോഗ്രാമുകൾ തുടങ്ങാമെന്നുള്ള പ്രതീക്ഷയാണ്. 3 UG പ്രോഗ്രാമുകളും ഒരു 2 അഡീഷണൽ PG പ്രോഗ്രാമുകളും കൂടി നമ്മൾ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അതും നമുക്ക് കിട്ടുന്ന മുറയ്ക്ക് നമുക്ക് ഈ ഫെബ്രുവരി അഡ്മിഷനോട് കൂടി തന്നെ നമുക്ക് അവയുടെയും അഡ്മിഷൻ തുടരാം എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരേ സമയം 2 ഡിഗ്രി എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ പഠനം പാതി വഴിയിൽ നിർത്തിപ്പോയവർക്കും ഇത് തുടരുന്നതിന് വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു സ്കീമാണ്. നമ്മളിപ്പം 1ാമത്തെ സെമസ്റ്ററാണ് തുടങ്ങുന്നത്. ഈ സെമസ്റ്ററുകൾ മുഴുമിക്കുന്നതിന് അനുസരിച്ചിട്ട് നമുക്ക് റെഗുലറായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് അഡീഷണൽ കോഴ്സുകൾ എടുക്കാം. അവർക്ക് ഏതെങ്കിലും കോളേജുകളിൽ, നമ്മുടെ അഫിലിയേറ്റഡ് കോളേജുകളിൽ ഏതെങ്കിലും സെൻറ്ററുകളിൽ ഇല്ലാത്ത കോഴ്സുകൾ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ നിന്ന് എടുക്കാം. ഇതെല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്തു പോകുന്ന രീതിയിലാണ് കെയർഈപ്പുമായിട്ട് സഹകരിച്ച് നമ്മുടെ സോഫ്റ്റ്വെയർ ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് ജോയിൻ ചെയ്യുന്നതിന് ഒരു പ്രായപരിധിയില്ല. ബേസിക് ക്വാളിഫിക്കേഷൻസ് വേണം. ആ ക്വാളിഫിക്കേഷൻസ് ഉള്ള ഏതൊരാൾക്കും, വേറെ ജോലിയുള്ളവർക്കോ റെഗുലറായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്കും ഓൺലൈനായിട്ട് ഇത് അറ്റൻഡ് ചെയ്യുന്നതിന് വളരെ അനുയോജ്യമാണ്. കാലിക്കറ്റ് സർവകലാശാല വിദൂര ഓൺലൈൻ വിദ്യാഭ്യാസ കേന്ദ്രത്തിന് കീഴിൽ പുതിയതായി ആരംഭിക്കുന്ന ഓൺലൈൻ PG കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പൊളിറ്റിക്കൽ സയൻസ്, ഹിസ്റ്ററി, ഇക്കണോമിക്സ്, സോഷ്യോളജി എന്നീ 4 ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചത്. ഓൺലൈനായി പിഴ കൂടാതെ മാർച്ച് 20 വരെയും 500 രൂപ പിഴയോടെ മാർച്ച് 27 വരെയും അപേക്ഷിക്കാം. സർവകലാശാല വെബ്സൈറ്റിൽ വിവരങ്ങൾ ലഭ്യമാണ്. കോഴ്സുകളുടെ ഉദ്ഘാടനം ഓൺലൈനായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു. വിദ്യാർത്ഥികൾക്ക് വലിയ അനുഗ്രഹമാണ് യഥാർത്ഥത്തിൽ ഡിസ്റ്റൻസ് മോഡ് നൽകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് മാത്രമല്ല, ജീവിതത്തിന്റെ സമ്മർദ്ദങ്ങൾക്ക് നടുവിൽ മറ്റു ജോലികൾ ചെയ്ത് മുന്നോട്ട് പോകവേ ഇനിയും പഠിക്കണം, പഠനം തുടരണം എന്ന് ശക്തമായ അഭിനിവേശവുമായി മുന്നോട്ട് പോകുന്നവർക്കും വലിയ അവസരമാണ് വിദൂര വിദ്യാഭ്യാസത്തിലൂടെ ലഭിക്കുന്നത്. ഫീസ് ഇളവിന് അർഹരായവർ അപേക്ഷ സമർപ്പിക്കുന്നതിനോടൊപ്പം കേരള സർക്കാരിന്റെ ഇ-ഗ്രാന്റ്സ് പോർട്ടൽ വഴി ഫീസ് ഇളവിന് അപേക്ഷിക്കണം. കാലിക്കറ്റ് സർവകലാശാല നടത്തുന്ന റെഗുലർ പ്രോഗ്രാമിന് തുല്യമായതാണ് ഈ ഓൺലൈൻ പ്രോഗ്രാമുകൾ. വിദേശ പൗരന്മാർക്കും ജോലി ചെയ്യുന്നവർക്കും പ്രവേശനം നേടാം. വിദ്യാർത്ഥികൾക്ക് സൗകര്യമനുസരിച്ച് പഠനം ക്രമീകരിക്കാം.
പ്രായപരിധിയില്ല. റെഗുലർ പ്രോഗ്രാം ചെയ്യുന്നവർക്ക് ഓൺലൈൻ പ്രോഗ്രാമിലേക്കും തിരിച്ചും മാറാൻ അവസരമുണ്ടാകും. നിലവിൽ കോളേജിൽ പഠനം തുടരുന്നവർക്ക് അതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രോഗ്രാമിന് ഓൺലൈൻ വഴി പഠനം നടത്താനും അവസരമുണ്ട്. ന്യൂസ് ഡെസ്ക് എയർ 1.